പെരിങ്ങോട് ചാലിശ്ശേരി റോഡിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻചക്രങ്ങൾ വേറിട്ടു. ചാലിശ്ശേരി പെരിങ്ങോട് റോഡിൽ ആമക്കാവ് റോഡിന് സമീപം ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. പട്ടാമ്പി കറുകപ്പുത്തൂർ ചാലിശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന മിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചാലിശ്ശേരി ഭാഗത്തു നിന്നും പെരിങ്ങോട് ഭാഗത്തേക്ക് യാത്രക്കാരുമായി പോകുന്നതിനിടയിലായിരുന്നു അപകടം. റോഡരികിലെ വീടിന്റെ മതിലും ഗേറ്റും ഇടിച്ചു തകർത്ത ശേഷമാണ് ബസ് നിന്നത്. വീടിന്റെ മുൻവശത്തിരിക്കുകയായിരുന്ന കുട്ടി തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. വൈകുന്നേരം സമയമായതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ബസ്സിൽ ഉണ്ടായിരുന്നതായാണ് വിവരം. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെയും കുന്നംകുളത്തെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗമാണ് അപകടത്തിന് ഇടയാക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചാലിശ്ശേരി റോഡിൽ കറുവത്തൂർക്ക് ട്രിപ്പ് അടിക്കുന്ന വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വണ്ടി നിയന്ത്രണം വിട്ട് ആമക്കാവ് ശ്രീ കളപ്പറമ്പിൽ അയ്മുവിൻ്റെ വീടിൻ്റെ മതിലും തകർത്താണ് വീട്ടിലേക്ക് കയറി നിൽക്കുന്നത്. നിയന്ത്രണം വിട്ട രീതിയിലാണ് വണ്ടിയുടെ കിടപ്പ്. ബസ്സിൻ്റെ ഉള്ളിലുള്ള കുറച്ച് പേർക്കൊക്കെ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഡ്രൈവർക്ക് ചെറിയ രീതിയിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് സംഭവിക്കുന്ന സമയത്ത് ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ 1-2 പേരുണ്ടായിരുന്നുള്ളൂ. വീട്ടിലേക്കൊക്കെ കല്ല് തെറിച്ച് വന്നതായിട്ട് അവർ പറയുന്നു. വണ്ടി തീരെ അനങ്ങാൻ പറ്റാത്ത തരത്തിൽ ഇത്രയും വലിയ രീതിയിലുള്ള അപകടമാണ് പറ്റിയിരിക്കുന്നത്. ഫ്രണ്ട് വീലും എല്ലാം തന്നെ പൊട്ടി ആക്സിലൊക്കെ തകർന്ന നിലയിലാണ് കാണപ്പെടുന്നത്. വീട്ടിൽ വന്നിട്ടാണ് ബസ് ഇടിച്ച് കയറിയത്. എൻ്റെ മൂത്ത പെങ്ങളെ വീടാണിത്. കുട്ടി ഉമ്മറത്തിരുന്നായിരുന്നു. എന്തോ ചെറിയ ഭാഗം കൊണ്ട് ബസ്സുള്ളിൽ കയറിയില്ല. ഫ്രണ്ട് മതിൽ ഗേറ്റ് മൊത്തം തകർത്തിരുന്നു. അത്യാവശ്യം നല്ല നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ സ്വകാര്യ ബസ്സിൻ്റെ ഓവർ സ്പീഡാണ് മെയിൻ കാരണം. അതാണ് മെയിനായിട്ട് പറയുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നല്ലൊരു എമൗണ്ട് കൊണ്ട് ശരിയാക്കണമെങ്കിൽ ഇതിൻ്റെ ഓണർമാരോ മറ്റ് ബന്ധപ്പെട്ടവരോ ആരും ഇതുവരെ ബസ്സിനടുത്തേക്ക് വന്നിട്ടില്ല. യാത്രക്കാർ പരിക്കുള്ളവരൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത്യാവശ്യം ഡ്രൈവർക്ക് കുറച്ച് ആൾക്കാർക്ക് പരിക്കില്ല. ഫ്രണ്ട് യാത്ര ചെയ്ത കുറച്ച് ആൾക്കാർക്ക് ഗ്ലാസ് പൊട്ടിയിട്ടും മറ്റൊക്കെ അത്യാവശ്യം പരിക്ക് പറ്റിയിട്ടുണ്ട്. അവർ എണ്ണം കറക്റ്റ് അറിയാൻ പറ്റില്ല. എന്നാലും ബസ്സിൽ ഫുള്ള് ലോഡായിരുന്നുണ്ടായിരുന്നു. ഫുള്ള് ആളുകളുണ്ടായിരുന്നു. മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം. പെയിന്റ്